നമ്മൾ എന്തു ചിന്തിക്കുന്നുവോ നാം അതായിത്തീരും. ഈ ഒരു വാചകം നിങ്ങൾ സോഷ്യൽ മീഡിയകളിലും മോട്ടിവേഷൻ ക്ലാസുകളിലും എല്ലാം നിരന്തരം കേൾക്കുന്ന ഒന്നാണ്. എന്നാൽ എന്താണ് ഇതിന്റെ അടിസ്ഥാനം? നമ്മുടെ ജീവിതത്തിൽ ഉന്നത സ്ഥാനം കൈവരിക്കണമെന്ന് ആത്മാർത്ഥമായി ചിന്തിക്കാത്ത കാലത്തോളം അത്തരമൊരു ലെവലിലെത്താൻ സാധിക്കില്ല എന്നാണ് യാഥാർത്ഥ്യം. മറ്റൊരാൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക് വളരാൻ കഴിയണമെങ്കിൽ നമുക്ക് തന്നെ നമ്മളിൽ വിശ്വാസമുണ്ടായിരിക്കണം. മനസ്സുകൊണ്ട് തോൽക്കുന്ന തോൽവിയാണ് യഥാർത്ഥ തോൽവി. മനസ്സുകൊണ്ട് ജയിക്കുന്നതാണ് യഥാർത്ഥ ജയം. ഈ കാര്യം ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇതിന് കാരണം നമുക്ക് ശാരീരിക പരിമിതികളുണ്ട്. അതായത് നമ്മൾ ശരീരം കൊണ്ട് അധ്വാനിക്കുമ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ക്ഷീണിക്കും. എന്നാൽ മനസ്സിന്റെ കാര്യം അങ്ങനെയല്ല. എപ്പോഴാണോ ഒരു വ്യക്തി അയാളുടെ മനസ്സിന്റെ ശക്തി അറിഞ്ഞു തുടങ്ങുന്നത്, അന്നു മുതൽ ആ വ്യക്തിക്ക് അസാധ്യമായത് ഒന്നുമുണ്ടാകില്ല. നമ്മുടെ ചിന്തകൾ ആണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. ശക്തമായ ചിന്തകളും വിശ്വാസവും ഉടലെടുക്കേണ്ടത് ഉപബോധ മനസ്സിലാണ്. നമ്മുടെ മനസ്സിന്റെ പല തലങ്ങളിലെ ഒന്നാണ് ഉപബോധ മനസ്സ്. നമ്മുടെ ജീവിതത്തിലെ 95% കാര്യങ്ങളെ അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രിക്കുന്നത് ഉപബോധ മനസ്സാണെന്ന് പറയാം. ജീവിതത്തിൽ വിജയിച്ചവർ അവരുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിയന്ത്രിക്കാൻ ശീലിച്ചവരാണ്. എന്നാൽ മനസ്സിനെ നമ്മുടെ പരിധിയിലാക്കുക എന്നത് വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല. മഹാഭാരതത്തിലെ വില്ലാളി വീരനായ അർജുനൻ പറയുന്നത്, മനസ്സിനെ കൈപ്പിടിയിലാക്കുക എന്നത് കാറ്റിനെ കയ്യിൽ പിടിക്കാൻ നോക്കുന്നതിനേക്കാൾ ക്ലേശകരമായ കാര്യമാണ് എന്നാണ്. ധീരയോദ്ധാവായ അർജുനന് പോലും മനസ്സിനെ നിയന്ത്രിക്കുന്നത് ക്ലേശകരമായ കാര്യമാണെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കം, ക്ഷമ, ആത്മസമീപനം തുടങ്ങിയ നിരവധി നല്ല ഗുണങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ചില പരിശീലനങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇവ പരിശീലിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ കൈപ്പിടിയിൽ ആക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കീഴടക്കാനും കഴിയും. നിങ്ങളുടെ ഇന്ദ്രിയം വഴി എന്താണോ സങ്കല്പിക്കുന്നത് അവ നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലെയായിരിക്കും നിങ്ങളുടെ ശരീരവും ആരോഗ്യവും എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി മനസ്സിലേക്ക് കടത്തിവിടുന്നതിന്റെ പ്രതിഫലനം ആയിരിക്കും നിങ്ങളുടെ മനസ്സും ചിന്താശേഷിയും. ഇന്നത്തെ സമൂഹത്തിന്റെ പല രീതികളും അനാവശ്യമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങൾ കാണുക, ജങ്ക് ഭക്ഷണങ്ങളോടുള്ള താല്പര്യം, അനാവശ്യമായ വീഡിയോ കാണലുകൾ എന്നിവ നിങ്ങളെ എത്രത്തോളം ആകർഷിക്കുന്നു അത്രത്തോളം നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ശരിയായ കാര്യങ്ങൾ മാത്രം ഫീഡ് ചെയ്യുക. മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കയറ്റിവിടുന്നത് എങ്കിൽ തികച്ചും അത് മാത്രമേ പുറത്തു വരികയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കഴിയുന്നത് സോഷ്യൽ മീഡിയകളിൽ അനാവശ്യമായി ഫോളോ ചെയ്തിരുന്ന കാര്യങ്ങൾ അൺഫോളോ ചെയ്യുക. ടെലിവിഷനും മറ്റുള്ള വിനോദോപാധികൾ കാണുന്നതിനും സമയം നിശ്ചയിക്കുക. ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറുക. മറ്റുള്ളവർ നമ്മോട് അവരുടെ കാര്യങ്ങൾ പങ്കിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിന് നല്ലൊരു ആഴത്തിലുള്ള ഡീപ്പ് ലിസണിംഗ് സെൻസ് ലഭിക്കും. അതുപോലെ അവരുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും നമ്മോട് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ കുടുംബ ബന്ധങ്ങളിലും എല്ലാ കാര്യങ്ങളും കേൾക്കാനും പരിഹരിക്കാനും ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിന് വളരെ നല്ലതാണ്. അതിലൂടെ മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാനും സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രിയിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ഓർമ്മിക്കാൻ നാം ശ്രമിക്കാറുണ്ട്. നല്ല സ്വപ്നമാണെങ്കിലും മോശം സ്വപ്നമാണെങ്കിലും പലപ്പോഴും അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും. എല്ലാ ദിവസവും കാണുന്ന സ്വപ്നങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു പരിശീലനം യാഥാർത്ഥ്യമാകുന്നത്. ഇതിനായി നിങ്ങൾക്കൊരു ഡയറി ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആ ദിവസത്തെ ഡേറ്റ് ഇട്ടുവയ്ക്കുക. എഴുന്നേറ്റ ഉടനെ ഏതെങ്കിലും സ്വപ്നം കണ്ടോ എന്ന് ഓർത്തു നോക്കുക.
സ്വപ്നം കണ്ടു എന്ന് ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തെക്കുറിച്ച് വിശദമായി ചിന്തിക്കുക. ആദ്യമൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സ്വപ്നങ്ങളിൽ എന്തൊക്കെ കണ്ടു, ആരെയൊക്കെ കണ്ടു, എത്ര ആളുകളെ കണ്ടു, ഏതൊക്കെ ആളുകളെ കണ്ടു തുടങ്ങിയ കാര്യങ്ങൾ ഡയറിയിൽ അന്നേ ദിവസത്തെ ഡേറ്റിൽ സ്വപ്നം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഡ്രീം റെക്കോർഡിംഗ് സാധ്യമാകുന്നു. ഇതിലൂടെ നമ്മുടെ മനസ്സിനെ കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയും. ജീവിതത്തിൽ പല സാഹചര്യങ്ങളും നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് തോന്നാറുണ്ട്. എന്നാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഇതിനായി മൈൻഡ് മാപ്പിംഗ് പരിശീലനം ചെയ്യാവുന്നതാണ്. നിങ്ങളെ അലട്ടുന്നത് എന്ത് പ്രശ്നമായാലും ആ പ്രശ്നം എന്താണെന്ന് ഒരു പേപ്പറിൽ എഴുതുക. ഈ പ്രശ്നം നിങ്ങൾ എഴുതിയതിനു ശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പരിശീലിക്കുക. പലപ്പോഴും ഒരു പ്രശ്നത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്നതാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാകാൻ കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഒന്ന് ശാന്തമായി ഇരുന്ന് ചിന്തിച്ചാൽ മതി, അതിനുള്ള ആ പരിഹാരം ലഭിക്കും. ഇവിടെ നിങ്ങൾ വിശദമായി ആ പ്രശ്നത്തെക്കുറിച്ച് എഴുതിയതിനു ശേഷം അതിനുള്ള പരിഹാരം ആലോചിക്കുക. എന്തൊക്കെ രീതിയിൽ എനിക്ക് ആ പ്രശ്നത്തെ മറികടക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് പ്രശ്നങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ആ വെള്ള പേപ്പറിൽ തന്നെ അതിനുള്ള പരിഹാരവും ഓരോ വാക്കുകളും ഓരോ നോട്ടുകളായി എഴുതി വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള ഒരാളോട് പരിഹാരം അന്വേഷിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി മൂല്യം നൽകും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തുന്നു എന്നത് നമ്മുടെ മനസ്സിന് നൽകാവുന്ന ഒരു മികച്ച പരിശീലനമാണ് മൈൻഡ് മാപ്പിംഗ്. നമ്മൾ പലരും പറയുന്ന കാര്യമാണ് നമുക്കൊന്നിനും സമയമില്ല എന്ന്. എന്നാൽ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മതിയായ സമയമുണ്ട് എന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നാം അനാവശ്യമായി സമയം കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിലപ്പെട്ട സമയം തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനുമുള്ള രീതിക്ക് പറയുന്ന പേരാണ് ടൈം ട്രാക്കർ. ഇതിനായി നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ പൂർത്തിയാക്കാൻ കഴിയും അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി ഒരു ചുവരിൽ നിങ്ങൾ കാണുന്ന ഭാഗത്ത് ഒട്ടിച്ചു വെക്കുക. ഓരോ ജോലിയും എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കും, അല്ലെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ തുടങ്ങണം എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സമയത്തെ നമ്മുടെ പരിധിയിലാക്കാനും ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കാനും കഴിയും. ആദ്യമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ പ്രയാസകരമായി തോന്നാം. എല്ലാം കൃത്യമായി എഴുതുന്ന ഒരാൾക്ക് ഇത് എഴുതുന്ന ഒരു പ്രയാസം മാത്രമേ ഉണ്ടാവൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പമായിരിക്കും. കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് വളരെയധികം കൃത്യതയുള്ളതായി മാറും. നിങ്ങളതിൽ പരമാവധി കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നിങ്ങളുടെ സമയം നിങ്ങൾ എവിടെയാണ് കളയുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിലേക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഏത് തരത്തിലുള്ളതായാലും മാനസികമായും ശാരീരികമായും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ്. മെമ്മറി ബേസ്ഡ് മെഡിറ്റേഷൻ സാധ്യമാകുന്നത് ബോധപൂർവമായ മനസ്സിനെയും ഓർമ്മകളെയും ഒരുമിച്ചു ചേർത്താണ്. ഇതിനായി നിങ്ങൾ ശക്തമായ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ കണ്ണുകൾ അടച്ചിരിക്കുക. അതിനുശേഷം ഇംഗ്ലീഷ് അക്ഷരമാല മനസ്സിൽ ഓർക്കുക. ഓരോ അക്ഷരത്തെയും പിന്തുടരുക. എ എന്ന ആൽഫബറ്റ് ഓർക്കുമ്പോൾ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയെ ഓർമ്മിക്കുക. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളിലേക്കും പോകാവുന്നതാണ്. ഒരു ആൽഫബറ്റിൽ തുടങ്ങുന്ന പേരുള്ള വ്യക്തിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്തിനേയും അവിടെ ഉപയോഗിക്കാം. സാധാരണയായി ഒരു നിശ്ചിത സമയത്തിനകം ജോലികൾ ചെയ്തു തീർക്കുക എന്നത് കൂടുതൽ പേർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ റിമൈൻഡർ ഉപയോഗിക്കുന്നതാണ് ഈ പരിശീലനം. ഉദാഹരണം, നിങ്ങൾക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടെന്ന് കരുതുക. എന്നാലും എപ്പോഴും മറന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ച പതിയുന്ന സ്ഥലത്ത് ഡയറി വെക്കുക. മേശയുടെ പുറത്തോ കട്ടിലിന്റെ അടിയിലോ നിങ്ങൾ ഡയറി സൂക്ഷിക്കുന്നതിന്റെ പ്രയോജനം എന്ത് എന്നാൽ ഇനി അത് ചെയ്യാനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് ഡയറി എഴുതുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ മടിയുള്ള അവസരങ്ങളിലും റിമൈൻഡർ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ എല്ലാ മാനസിക പരിശീലനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കുക. മാറ്റങ്ങൾ തീർച്ചയായും കാണും എന്ന് പ്രതീക്ഷിക്കാം.